സംസ്ഥാനത്ത് തീപിടുത്തം പൊട്ടിത്തെറി തുടങ്ങിയ അഗ്നിസംബന്ധമായ അപകടങ്ങൾ കൂടി വരികയാണ്. കൊച്ചി നഗരത്തിൽ തന്നെ ഒട്ടനവധി അപകടങ്ങളാണ് കഴിഞ്ഞ മാസങ്ങളിൽ നടന്നത്. ഇതേ തുടർന്ന് നടത്തിയ പരിശോധനകളിൽ അന്തർദേശീയ മത്സരങ്ങൾക്ക് വേദിയായ കൊച്ചി രാജ്യാന്തര സ്റ്റേഡിയത്തിലെ അഗ്നിശമന സംവിധാനങ്ങളിൽ ഗുരുതര വീഴ്ചകളുണ്ടെന്ന് കണ്ടെത്തി. സ്റ്റേഡിയത്തിൽ പ്രവർത്തിക്കുന്ന 21 ഹോട്ടലുകൾ പാചകവാതക സിലിണ്ടറുകൾ ഉപയോഗിക്കുന്നത് സ്റ്റേഡിയത്തിന്റെ സുരക്ഷയ്ക്ക് വൻ ഭീഷണിയാണെന്ന് അഗ്നിശമന സേനയുടെ ഫയർ ഓഡിറ്റിൽ കണ്ടെത്തി. സ്റ്റേഡിയം പോലെ ജനങ്ങൾ തടിച്ചുകൂടുന്ന ഇടങ്ങളിൽ സ്ഫോടന സാധ്യതയുള്ള വസ്തുക്കൾ പാടില്ലെന്ന പെട്രോളിയം എക്സ്പ്ലോസീവ് സേഫ്റ്റി ഓർഗനൈസേഷന്റെ ചട്ടങ്ങൾക്ക് വിരുദ്ധമായിട്ടാണ് സ്റ്റേഡിയത്തിൽ ഹോട്ടലുകളുടെ പ്രവർത്തനമെന്ന് പരിശോധനയിൽ തെളിഞ്ഞു. ചെറുതും വലുതുമായ 21 ഹോട്ടലുകളിൽ പകുതിയോളം ഭക്ഷണശാലകളാണ് പരിശോധിച്ചത്. ഇവയിൽ മാത്രം 24 സിലിണ്ടറുകൾ കണ്ടെത്തി. വൈകിട്ട് തുറക്കുന്ന ഭക്ഷണശാലകളിൽ ഉൾപ്പെടെ 50-ലേറെ സിലിണ്ടറുകളാണുള്ളത്. ഇവയെല്ലാം 19 കിലോ തൂക്കമുള്ള വാണിജ്യ സിലിണ്ടറുകളാണ്. പാചകത്തിനായി ഹോട്ടലുകൾക്കുള്ളിൽ തന്നെയാണ് ഇവ സൂക്ഷിക്കുന്നത്. പെസോയുടെ ചട്ടങ്ങളുടെ നഗ്നമായ ലംഘനമാണിതെന്ന് അഗ്നിശമന സേന വ്യക്തമാക്കി. ഗാലറിയിൽ ഉൾപ്പെടെ ഒരേ സമയം 40,000 പേർക്ക് കളി കാണാൻ ശേഷിയുള്ള കലൂർ സ്റ്റേഡിയത്തിന്റെ സുരക്ഷയ്ക്ക് ഇത് ഭീഷണി ഉയർത്തുന്നു. കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് സ്റ്റേഡിയത്തിൽ പ്രവർത്തിക്കുന്ന കഫേയിലെ സ്റ്റീമർ പൊട്ടിത്തെറിച്ച് അന്യസംസ്ഥാന തൊഴിലാളി മരിച്ചതും തൊഴിലാളികൾക്ക് പരിക്കേറ്റതും. തുടർന്ന് സ്റ്റേഡിയത്തിലെ അഗ്നിശമന സംവിധാനങ്ങളെപ്പറ്റി ജില്ലാ ഫയർ ഓഫീസർക്ക് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഗാന്ധിനഗർ സ്റ്റേഷൻ ഓഫീസറുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തിയത്. സ്റ്റേഡിയത്തിലെ ഹൈഡ്രന്റ് സംവിധാനവും പമ്പുകളും പ്രവർത്തനക്ഷമമാണ്. എന്നാൽ സ്മോക്ക് ഡിറ്റക്ടിംഗ് സംവിധാനവും ഫയർ അലാം പാനലും പ്രവർത്തിക്കുന്നില്ലെന്ന് തെളിഞ്ഞു. ഓഡിറ്റോറിയത്തിലെ കൺട്രോൾ റൂമിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യവും ഉണ്ടായിരുന്നില്ല. ഓഡിറ്റോറിയത്തിന്റെ ഉടമയായ വിശാല കൊച്ചി വികസന അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥരും അഗ്നിശമന സേനയ്ക്കൊപ്പം പരിശോധനയിൽ പങ്കെടുത്തിരുന്നു.